ഹലോ ഗൈസ്, നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ 13ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് പോകുന്നത് വാർവിക്കിലുള്ള ടുലിപ്പ് ഗാർഡനിലേക്കാണ്. ടുലിപ്പ് ഗാർഡനിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സർവീസ് നിർത്തിയേക്കാണ്. ഒന്ന് ടോയ്ലറ്റിൽ പോകണം, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ എനിക്കായിട്ട്. പിന്നെ അറിയാലോ കിട്ടിയ 148 ടോപ്പ് കിട്ടി. അപ്പൊ ആ കടയിൽ നിന്ന് ചെന്നപ്പോ ഇതിന് 500 രൂപ. അപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂറല്ല, അപ്പത്തേക്കും പെരുവയറിന് വിശന്ന് തുടങ്ങി. സോ നമ്മൾ മഗ്ഡിൽ സാധനം റാപ്പ് ഓർഡർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ടേക്ക് അവേ. അപ്പൊ ഗൈസ്, നമ്മള് സർവീസ് എടുത്തതിന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തായാലും ഡ്രിങ്ക് മേടിക്കാനാണ്. അത് എനർജി ഡ്രിങ്ക്. കാരണം ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സോ ചെറിയൊരു ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ വല്ല റെഡ് ബുള്ളോ അല്ലെങ്കിൽ മോൺസ്റ്ററോ എടുക്കാനുള്ള പ്ലാനിലാണ് ഇങ്ങോട്ട് കയറുന്നത്. ലാസ്റ്റ് ആ കാര്യം മറന്നുപോയി. സോ ഞാനൊരു റെഡ് ബുൾ എടുത്തിട്ടുണ്ട്. സോ വൈറ്റ് മോൺസ്റ്ററും കിട്ടിയിട്ടുണ്ട്. സോ റെഡ് ബുളും വൈറ്റ് മോൺസ്റ്ററും. സോ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ബില്ല് അടിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ റെഡ് ബുള്ളും മോൺസ്റ്ററും വാങ്ങിയിട്ടുണ്ട്. ചേട്ടായി മോൺസ്റ്റർ കുടിക്കുന്നു, ഞാൻ റെഡ് ബുൾ കുടിക്കുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ അല്ലായിരുന്നു, അപ്പം ഇന്നും ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഡ്രൈവ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട് അല്ലേ ഗൈസ്. ഇവിടെ സർവീസ് വന്നപ്പോൾ ഇവിടെ നല്ലൊരു മനോഹരമായൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു റിഫ്രഷിങ് കാം ഒരു ഇത്. മഞ്ഞപ്പ് ഇത് മുഴുവൻ കടുക് പാടമാണ്. കടുക് പാടം. നമ്മൾ പോകുന്ന വഴിക്ക് വഴിയിലൊരു ബ്ലോക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകണം. ഇപ്പൊ നമുക്ക് ഇനി കവർ ചെയ്യേണ്ടത് 0.8 മൈലാണ്. പക്ഷെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇനി എത്ര ദൂരം വരും നമുക്ക് അറിഞ്ഞൂടാ. അടുക്കാറായപ്പോ വഴിയിൽ വിഘ്നങ്ങൾ. വിഘ്നേശ്വര രക്ഷിക്കണേ. അങ്ങനെ നമ്മൾ ടുലിപ്പ് ഗാർഡൻ എത്തിയിരിക്കുകയാണ്. ഇനി വെറും 1/2 മൈല് കൂടെ. ടുലിപ്പ് ഗാർഡൻ എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് കണ്ടോ? ഇതുണ്ടാക്കിയ പാർക്കിംഗ് ഗ്രൗണ്ടില് നല്ലതല്ലേ? അങ്ങനെ നമ്മൾ ടുലിപ്പ് ഗാർഡനിലേക്ക് കയറുകയാണ്. എ ടേസ്റ്റ് ഓഫ് ഹോളാൻഡ്. വാവ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു ആംബിയൻസ് അല്ലേ? നമുക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒന്ന് ഫോട്ടോ സ്പോട്ട് ഉണ്ട്. അങ്ങനെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് തോന്നുന്നു. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റിന് 18 പൗണ്ട് വെച്ചാവും. നമ്മൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റിന് 14 പൗണ്ട്. സോ നമുക്ക് 4 പൗണ്ട് സേവ് ചെയ്യാം. അപ്പം നമുക്ക് അത്രയും ഒരു 10-30 പൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. താങ്ക് യു. അപ്പം നമ്മൾ ടുലിപ്പ് ഗാർഡനിൽ കയറിയിരിക്കുകയാണ്. അപ്പം കയറുന്നതിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ കയ്യിൽ സീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടുലിപ്പ് ഗാർഡന്റെ കാഴ്ച ഇവിടെ തുടങ്ങുകയാണ്. ടുലിപ്പ് ഗാർഡന്റെ കാഴ്ചയിൽ ഇവിടെ തുടങ്ങുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ സ്പോട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കൈ ആണ് ഇന്ന്. നല്ല ക്ലൈമറ്റും ഉണ്ട്. വാർവിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷേക്സ്പിയറിന്റെ ജന്മനാടാണ്. ഇവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പോട്ടുണ്ട്. ഇതൊരു സ്പോട്ടാണ്. അത് മറ്റൊരു സ്പോട്ട്. ഇവിടെ ഒരു ട്രാക്ടറുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ടുലിപ്പ് പൂക്കൾസ് വിൽക്കാനുണ്ട്. ആ വിൻഡ് മില്ലൊക്കെ നല്ല രസമാണ്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി ഇന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും. 3 തരുണീ മണികൾ. അങ്ങനെ ടുലിപ്പ് ഗാർഡൻ്റെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടുലിപ്സ്
എന്ത് മനോഹരമായ ഒരു, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ടുലിപ്സ് ഇങ്ങനെ കാണുന്നത്. പണ്ട് നമ്മുടെ അന്യൻ സിനിമയിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്താ ഇപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. വളരെ കളർഫുള്ളായിട്ട് നല്ല രസമുണ്ട്. ഇത് ഞാൻ വന്നേക്കുന്നത് വാർവിക്കിലാണ്, പക്ഷെ ഇതിലും നല്ല ടുലിപ്പ് ഗാർഡൻ ലണ്ടൻ സൈഡിലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ടുലിപ്പ് ഗാർഡൻ ഇതായതുകൊണ്ട് നമ്മളിവിടെ വന്നു. നൈറ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണം ഇവിടെ വന്നപ്പോൾ നമുക്കത് മാറ്റി കിട്ടി. കാരണം അത്ര മനോഹരമാണ് വ്യൂസ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലും അതിൻ്റെ ഒരു 100 ഇരട്ടി ഭംഗിയുണ്ട് നേരിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ. ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണ്. അല്ല ഗൈസ്, ഓക്കെ അല്ലേ ഗൈസ്? കണ്ട ഗൈസ്, ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ സ്പോട്ടുണ്ട്. സോ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനുള്ള ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരു കഫേ സെറ്റപ്പാണ്, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. ഓക്കെ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ, ഇവിടെ നല്ല തിരക്കുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നിന്ന് നല്ല നല്ല ഫോട്ടോസ് ഒരുപാട് എടുക്കണം. അപ്പം നമ്മുടെ ടുലിപ്പിനുള്ള എക്സിറ്റ് ആവുകയാണ്. ഇതിൻ്റെ അകത്തും രസമുണ്ട് ഗൈസ് കാണാൻ. ഇവിടെ ഇവരുണ്ടാക്കിയേക്കുന്ന സാധനങ്ങളുണ്ട്. ടീഷർട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പാവയുണ്ട്, പിന്നെ എന്താ ബോയ കാര്യങ്ങൾ, നൈറ്റ് ഡ്രസ്സ്, ബക്കറ്റ്സ്. ഇവിടെ നിന്ന് ടുലിപ്സ് വാങ്ങാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻസ് അവരിവിടെ കൊടുക്കുന്നുണ്ട്. ടുലിപ്സ് ക്യാൻഡിൽസ് ഉണ്ട്, എല്ലാത്തിനും പല റേറ്റാണ്. പിന്നെ കുറേയൊക്കെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഉണ്ട്. സോ താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ടുലിപ്പ് ഗാർഡൻ്റെ പേര്. സോ അപ്പോൾ ഗൈസ്, നമ്മൾ ടുലിപ്പ് ഗാർഡനിലെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ. അങ്ങനെ നമ്മൾ കൊവൻട്രിയിലുള്ള കായൽ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഞാനും ചേട്ടയും ശ്രവ്യയും അഞ്ജുവും ഐശ്വര്യം എല്ലാവരും ഉണ്ട്. കായലിലെ സിലോപ്പിയയും പൊറോട്ടയും ഭയങ്കര ഫേമസ് ആണ് എൻ്റെ കൂട്ടുകാരൻ അതുൽ പറഞ്ഞത്. സോ നമ്മളത് ട്രൈ ചെയ്യാനാണ് പോകുന്നത്. യു കെ വന്നിട്ട് കോൺട്രിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല, ഞങ്ങൾ വന്നൊരു കൺട്രി സൈഡ് റോഡിൽ കൂടെ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സീനറീസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് കായൽ റെസ്റ്റോറൻറ്റ്. നല്ല സെറ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ബുള്ളറ്റ് ഓർമ്മ സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നൈസ് ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ലൈറ്റിംഗ് ആണ്, ഒരു വാം ലൈറ്റ് കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കായലിൻ്റെ മെനു കിട്ടിയിട്ടുണ്ട്. ഇത് ബീവറേജസിൻ്റെ ഒരു ലിസ്റ്റാണ് അവർ കൊടുത്തേക്കുന്നത്. കോക്ടെയിൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ കായൽ സ്പെഷ്യൽ മാംഗോ ലെസ്സും സ്വീറ്റ് ലെസ്സും ഉണ്ട്. ഫുഡിൻ്റെ മുന്നത്തേക്കും ഒരു കുഞ്ഞൊരു മെനു ആണുള്ളത്. അച്ചപ്പം, പപ്പടവട, നേന്ത്രം, പപ്പടം, സൂപ്പ്, സ്റ്റാർട്ടേഴ്സ്, കോട്ടയം എഗ് ഫ്രൈ, സീ ഫുഡ് പ്ലാറ്റർ, കൊച്ചിൻ സ്ക്വിഡ്, കായൽ ഫിഷ് കറി ഉണ്ട്, ആലപ്പുഴ കൊഞ്ച് മസാല, തിലോപ്പിയ പൊള്ളിച്ചത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പൊറോട്ടയും ഭയങ്കര സ്പെഷ്യലാണെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പൊറോട്ടയും തിലോപ്പിയൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട്, ലൈം ജ്യൂസ്, പാൽക്കപ്പ, പിന്നെ പൊറോട്ടയും. നമ്മുടെ കായൽ ഫിഷ് കറി, മെയിൻ സ്പെഷ്യൽ തിലോപ്പിയ അൺബോക്സ് ചെയ്താലോ? പിന്നെ നമ്മുടെ തിലോപ്പിയ പൊള്ളിച്ചത്. ഗൈസ്, കായൽ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു. വളരെ സൂപ്പർ ഫുഡാണ്. പ്രത്യേകിച്ച് തിലോപ്പിയ പൊള്ളിച്ചതും പിന്നെ മീൻകറിയും പാൽക്കപ്പയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്കൊരു പായസം കൂടെ കിട്ടുന്നുണ്ട്. നല്ല മധുരമുള്ള
മറ്റേ ചെട്ടനാട് ചിക്കൻ ബിരിയാണി. ഇതോടെയോ അപ്പൊ ഇത് ഫ്രീ ഞങ്ങള് ബില്ല് വന്നിട്ടുണ്ട്. എല്ലാരും ഞെട്ട റെഡി ആയിരിക്കും. ഞെട്ടിയില്ല. പേരൊക്കെ ഉണ്ടല്ലോ. കാഷ്യർ ശ്രീബ ജോഷി. ആലപ്പുഴ വലിയ പേര് കേട്ട കുടുംബക്കാരാ. അംബാനിക്കാൾ. ആലപ്പുഴ 2 കായലുണ്ട്. ഓർമ്മ അടുത്തേക്ക് പണിയാണോ സ്വന്തമായിട്ട്. കഴിച്ചു. എന്നാ പോയേക്കാന്നാ. ഓ നല്ല ഫുഡാ. തിലോപ്പിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ശരിയെന്നാ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കായൽ റെസ്റ്റോറൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കൊവൻട്രി ടു മാഞ്ചസ്റ്റർ ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമ്മൾ നാളെ കാണുന്നു. ഓക്കെ ബൈ.